ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ കിണറാണ്. വെടിയുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി 120-ലധികം ആളുകൾ ഈ കിണറ്റിൽ ചാടി ജീവനൊടുക്കി. പണ്ടൊക്കെ ഇത് തുറന്നു തന്നെയായിരുന്നു കിടന്നിരുന്നത്, ഇപ്പോൾ ഇതിങ്ങനെയാക്കി. ഇവിടുത്തെ ഭിത്തിയിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ വെടിയുണ്ടകളുടെ പാടുകൾ കാണാൻ സാധിക്കും. അത് ഇവരിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അന്നത്തെ ആ ഒരു ദിവസം എത്ര ഭീകരമായിരുന്നു എന്ന്. ഇതൊരു സ്മാരകമാണ്. അന്ന് ആ കൂട്ടക്കൊലയിൽ ഇവിടെ രക്തസാക്ഷികളായ 100 കണക്കിന് ജനങ്ങളുടെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചിരിക്കുന്ന സ്മാരകം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന ജാലിയൻ വാലാബാഗ് ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഒരു ആക്രമണം നടന്ന ഒരു ഇരുണ്ട സ്ഥലം. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് അങ്ങനെയൊന്നും അല്ലാന്ന്. ഇത് പുറത്തേക്കുള്ള വഴിയാണ്. ഇതുവഴി നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അമൃത്സറിലെ ഒരു മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലത്താണ് എത്തുന്നത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.